മക്കളെക്കുറിച്ചുള്ള ആകുലത എന്നും മാതാപിതാക്കൾക്കുണ്ട്. പക്ഷേ ഒരു മകനെ വളർത്തുമ്പോൾ അവൻ സമൂഹത്തോട് എങ്ങനെ കടപ്പെട്ടിരിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും മുതിർന്നവരോടും ഉച്ചത്തിൽ കയർത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞു പഠിപ്പിക്കണം. സംസാരിക്കാൻ പഠിപ്പിച്ചത് മാതാപിതാക്കളും ഗുരുക്കന്മാരുമാണെന്നുള്ള ബോധ്യമുണ്ടാക്കി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, സത്യസന്ധത പുലർത്തുവാൻ ശീലിപ്പിക്കണം. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും അമ്മമാർ അച്ഛനറിയാതെ കാശെടുക്കുന്നത് കണ്ടു വളരുന്ന കുട്ടികൾ അവർക്ക് പകർന്നു കൊടുക്കുന്നത് തെറ്റായ ഒരു സന്ദേശമാണെന്ന് കൂടി ഓർക്കണം. മൂന്നാമത്തെ കാര്യം, അടുക്കള സ്ത്രീകൾക്കും അമ്മയ്ക്കും മാത്രമുള്ള ഒരു ഇടമല്ലെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ലൈഫ് സ്കിൽസായ തുണിയലക്കൽ, അത്യാവശ്യം പാചകം, വീട് വൃത്തിയാക്കൽ, പാത്രം കഴുകൽ എന്നിവയൊക്കെ ശീലിക്കണമെന്നും ജീവിക്കണമെങ്കിൽ അതൊക്കെ അത്യാവശ്യമായ കാര്യമാണെന്നും പറഞ്ഞു മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, മറ്റുള്ളവരുടെ വേദനകളിൽ സഹാനുഭൂതി ഉണ്ടായിരിക്കണമെന്ന് പഠിപ്പിക്കണം. ആരോടും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും ഒരു കഴിവും ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ടെന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അഞ്ചാമത്തെ കാര്യം, സ്ത്രീകളെ ബഹുമാനിക്കണമെന്നും അവർക്കും നമ്മളെപ്പോലെ തന്നെ സമത്വമുള്ള വ്യക്തികളാണെന്നും മനസ്സിലാക്കി കൊടുക്കണം. എപ്പോഴെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ ഒരു സ്ത്രീ നോ പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കി അവരെ വീണ്ടും അതിനായി പ്രേരിപ്പിക്കരുത് എന്നും അവരെ പുറകെ നടന്ന് ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും സമൂഹത്തിലുള്ള ചില അലിഖിത നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ടെന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കാനായി പറഞ്ഞു കൊടുക്കണം. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠനമാണ് നിന്റെ ജീവിതമാർഗം കണ്ടെത്താനുള്ള വഴിയെന്നും ബോധ്യപ്പെടുത്തി കൊടുക്കണം. മനുഷ്യത്വമുള്ള, ധൈര്യമുള്ള, ഉത്തരവാദിത്തമുള്ള, മൂല്യബോധമുള്ള ഒരു വ്യക്തിയായി മാറണമെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും കാൽച്ചുവട്ടിലാണ് ദൈവമെന്ന് മനസ്സിലാക്കി കൊടുക്കണം. പരാജയങ്ങളിൽ തളരാതെ അതിനെ അതിജീവിക്കാൻ പ്രാപ്തനായ ഒരു മനസ്സുണ്ടാക്കിയെടുക്കാൻ പറഞ്ഞു കൊടുക്കണം. ആരോഗ്യം സംരക്ഷിക്കേണ്ട കാര്യവും ഭക്ഷണവും വ്യായാമവും ഏറ്റവും പ്രധാനമാണെന്ന് കൂടി ഓർമ്മിപ്പിച്ച് കൊടുക്കുക.